എല്ലാവർക്കും ചെമ്പരത്തിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിലേക്ക് സ്വാഗതം. ഇളയച്ചന്റെ വരവോടുകൂടി അവിടെ ഉണ്ടായ പ്രവചനത്തോടും കൂടി തൃച്ചംബരത്തിന്റെ സമാധാനം ഇപ്പോൾ ആകെ മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 36 യാമങ്ങൾക്കുള്ളിൽ ഇപ്പോൾ അധികാരം കൈവശം വച്ചിരിക്കുന്ന വ്യക്തി അധികാരസ്ഥാനം ഒഴിഞ്ഞ് മൂത്ത മരുമകൾക്ക് കൈമാറിയില്ല എന്നുണ്ടെങ്കിൽ ശിവരാമകൃഷ്ണന്റെ ജീവന് ആപത്താണ് എന്ന ഇളയച്ചന്റെ പ്രവചനത്തിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് അഖിലാണ്ടേശ്വരി. ഇപ്പോഴുള്ള മരുമകൾ അനുയോജ്യയാണ് എന്നുള്ളതും അവൾക്ക് അധികാരം കൈമാറാം എന്നുള്ളതുമായ ഇളയച്ചന്റെ തീരുമാനത്തിൽ അഖില ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ അതിനുവേണ്ടി വീണ്ടും ആനന്ദിനെ ഒരു പുനർവിവാഹം കഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കല്യാണി. അഖിലാണ്ടേശ്വരി ഒരിക്കലും തന്നെ അംഗീകരിക്കില്ല എന്നുള്ളത് കല്യാണിക്ക് വ്യക്തമായിട്ടറിയാം. അതിനാലാണ് കല്യാണി ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. കല്യാണി ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറ്റാൻ ആനന്ദ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. കല്യാണി തന്നെ ആനന്ദിന് പെണ്ണന്വേഷിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. അതിനായി സുബ്രുവിന്റെ സഹായം തേടിയ കല്യാണിയെ സുബ്രു പരിഹസിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് കല്യാണി വിലാസിനിയുടെ കൂട്ടുപിടിക്കുകയാണ്. കല്യാണി കല്യാണം നടത്താൻ നോക്കുമ്പോൾ തൃച്ചംബരത്തിന്റെ ബദ്ധശത്രുക്കളായ പ്രിയങ്കയും ഗംഗയും ഈ കല്യാണം എങ്ങനെയും മുടക്കാനുള്ള അവസരമാണ് നോക്കുന്നത്. ഒരു വശത്ത് ഭാര്യയും ഒരു വശത്ത് അച്ഛനും, രണ്ടുപേർക്കുമിടയിൽ കിടന്ന് വിങ്ങിപ്പൊട്ടുകയാണ് ആനന്ദ്. പക്ഷെ അഖിലാണ്ടേശ്വരി മകന്റെ ഈ മനസ്സ് മാത്രം കാണുന്നില്ല. അഖിലയ്ക്ക് എങ്ങനെയും തന്റെ താലി സംരക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. കല്യാണിയുടെ ഈ തീരുമാനത്തിൽ നന്ദന അഖിലാണ്ടേശ്വരിയോട് തർക്കിക്കുകയാണ്. പക്ഷേ അവിടെയും വിജയിക്കുന്നില്ല. അഖിലാണ്ടേശ്വരിയുടെ ദേഷ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നന്ദനയ്ക്ക് ആവുന്നില്ല. പിന്നീട് തൃച്ചംബരത്ത് സഹദേവനും എത്തുകയാണ്. സഹദേവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അഖിലാണ്ടേശ്വരി ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നീട് അഖിലാണ്ടേശ്വരിയുടെ ദേഷ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സഹദേവനും ആകുന്നില്ല. എന്നാൽ വിലാസിനിയുടെ കള്ളക്കളികൾക്കൊക്കെ താഴിടുകയാണ് സഹദേവൻ. ഇളയച്ചൻ പറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ എങ്ങനെയും ആനന്ദിന് ഒരു പെണ്ണിനെ കണ്ടെത്തുകയും കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും എന്ന തീരുമാനത്തിൽ തന്നെയാണ് കല്യാണി നിൽക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോയിൽ കാണിക്കുന്നത് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന അഖിലാണ്ടേശ്വരിയും അഖിലാണ്ടേശ്വരിയുടെ മുന്നിൽ ഭയർന്ന് ഇറങ്ങലിച്ചു നിൽക്കുന്ന കല്യാണിയുമാണ്. കല്യാണി ഇത്രയുമൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടും അഖിലാണ്ടേശ്വരിക്ക് കല്യാണിയോടുള്ള ദേഷ്യം മാറുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ശിവരാമകൃഷ്ണൻ അഖിലയെ ചോദ്യം ചെയ്യുന്നതാണ്. കല്യാണി എവിടെ, കല്യാണിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ശിവരാമകൃഷ്ണന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറി നിൽക്കുകയാണ് അഖിലാണ്ടേശ്വരി. കല്യാണിയുടെ ഈ തിരോധാനത്തിൽ എല്ലാവരും സംശയിക്കുന്നത് അഖിലാണ്ടേശ്വരിയെ തന്നെയാണ്. ആനന്ദും അഖിലാണ്ടേശ്വരിയെ വളരെയധികം ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അമ്മ തന്നെയാണ് കല്യാണിയെ കാണാതായതിനുള്ള പിന്നിൽ എന്ന് തന്നെയാണ് ആനന്ദും വിശ്വസിക്കുന്നത്. അച്ഛന്റെ ജീവൻ അമ്മ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ ഈ മകന്റെ ജീവൻ വേണ്ടേ എന്നാണ് ആനന്ദിന്റെ ചോദ്യം. തന്റെ അമ്മയുടെ ഒരൊറ്റ പിടിവാശിയിൽ തന്നെയാണ് തൃച്ചംബരത്ത് ഇത്രയധികം ദുരന്തങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ആനന്ദ് പറയുന്നത്. തന്റെ അമ്മ ഒന്ന് മനസ്സ് വെച്ചാൽ തൃച്ചംബരത്ത് ഇപ്പോൾ തന്നെ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ കൈവരും. പക്ഷേ പാരമ്പര്യവും അന്തസ്സും ഒക്കെ മുറുകെ പിടിക്കുന്ന തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അതിന് തയ്യാറാകുന്നില്ല. തന്റെ കല്യാണം നടക്കുന്നത് വരെ കല്യാണിയെ തൃച്ചംബരത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് തന്റെ അമ്മ തന്നെയാണ് എന്ന് തന്നെയാണ് ആനന്ദ് ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ കല്യാണി തൃച്ചംബരത്ത് തുടരണം എന്ന് വിശ്വസിക്കുന്നത് പ്രിയങ്കയും ഗംഗയും ശ്രീനിയും മാത്രമാണ്. കല്യാണി തൃച്ചംബരത്ത് നിന്ന് പോയാൽ തൃച്ചംബരത്ത് പഴയ സന്തോഷവും ശാന്തിയും ഒക്കെ കൈവരും. അത് നാഗമഠത്തുകാർ ആഗ്രഹിക്കുന്നില്ല. കല്യാണിയെ തൃച്ചംബരത്ത് നിന്നും ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ അതോ കല്യാണി സ്വയം എങ്ങോട്ടെങ്കിലും പോയതാണോ എന്നതൊക്കെ അറിയാനായി നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, താങ്ക് യു.